الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നൂറുൽ ഖുർആൻ ക്ലാസ്സിലെ പഠിതാക്കളും ശ്രോതാക്കളുമായിട്ടുള്ള മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരങ്ങളെ, ഏതാനും നാളുകൾക്ക് ശേഷമാണ് വീണ്ടും നമ്മുടെ ഈ ക്ലാസ് ഇവിടെ പുനരാരംഭിക്കുന്നത്. സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണ് നാം പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇതിനകം നാം നടത്തിയ പരീക്ഷയുടെ ഫലം ഇന്നലെ പ്രഖ്യാപിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നമ്മുടെ ഈ ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ അതിൻ്റെ പാരായണവും അതിൻ്റെ വ്യാകരണവും അതിൻ്റെ വ്യാഖ്യാനവുമൊക്കെ ഒരുമിച്ച് പഠിച്ച് മുമ്പോട്ട് പോകുവാൻ സാധിക്കുമോ എന്നൊരാശങ്ക യഥാർത്ഥത്തിലുണ്ടായിരുന്നു. എന്നാൽ ഒരു ഓപ്പൺ ബുക്ക് പരീക്ഷയാണെങ്കിലും ആ പരീക്ഷയിൽ സംബന്ധിച്ച 100-ലേറെ വരുന്ന പരീക്ഷാർത്ഥികൾ ആ പരീക്ഷയിൽ കാണിച്ച താല്പര്യവും അതിൽ നൽകിയ ഉത്തരങ്ങളുമൊക്കെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞത് എത്രമാത്രം സത്യമാകുന്നു എന്നത് അപ്പോഴാണ് ശരിക്കും ബോധ്യമാകുന്നത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആനിനെ മനസ്സിലാക്കുവാൻ എത്രമാത്രം എളുപ്പത്തിലാണ് നാം ക്രമീകരിച്ചിട്ടുള്ളത്. അത് ഉറ്റാലോചിക്കുന്നവർ എത്ര പേരുണ്ട്? അതിനെ ഗൗരവത്തോടുകൂടി മനനം ചെയ്ത് പഠിക്കുവാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ടെന്ന ഖുർആനിന്റെ ചോദ്യം. അതിനോട് ഖുർആനിനോട് നാം
എത്രമാത്രം അടുപ്പം കാണിക്കുന്നുവോ, എത്രമാത്രം താല്പര്യം കാണിക്കുന്നുവോ, ആ ഖുർആൻ അത് ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും അതിലെ ആശയങ്ങൾ മനസ്സിലാക്കുവാനും അതിലെ ഓരോ പദങ്ങളെക്കുറിച്ചും അറിയുവാനും ഉൾക്കൊള്ളുവാനുമൊക്കെ എത്രമാത്രം എളുപ്പമായിരിക്കും എന്നത് ഒരുപക്ഷെ ഈ പരീക്ഷയിൽ അതുപോലെ തന്നെ ഈ പഠനങ്ങളിലുമൊക്കെ സജീവമായി പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സാധാരണഗതിയിൽ ഖുർആനിന്റെ പഠനത്തിന് സാധാരണക്കാരായ ആളുകൾ തെരഞ്ഞെടുക്കുന്ന വഴി ഖുർആനിന്റെ അറബ് മൂലം, അതായത് അതിന്റെ അറബി പദങ്ങളും മറ്റുമൊക്കെ അത്ര ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കാതിരിക്കുകയും അതിന്റെ ആശയ വിവർത്തനങ്ങൾ മാത്രമൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു പോവുകയും ചെയ്യുന്ന ഒരു രീതി പൊതുവിൽ ഖുർആൻ പഠനരംഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവിടെ സംഭവിക്കുന്നത് ഖുർആനിനെ അത് ഏത് ഭാഷയിലാണോ അവതരിപ്പിച്ചത്, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ, ഖുർആനിനെ നാം അറബി ഭാഷയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് പറയുന്ന ആ ഭാഷയുടെ പ്രത്യേകതയും ആ ഭാഷയിലെ ഓരോ പദങ്ങളും നൽകുന്ന അതിന്റെ സന്ദേശങ്ങളുമൊക്കെ അതൊരു പക്ഷേ നമുക്ക് ഒരു മലയാളത്തിൽ കേൾക്കുമ്പോൾ, ഒരു മലയാളത്തിൽ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ മലയാളത്തിൽ വായിച്ചു പോകുമ്പോൾ അത് ഒരു പൂർണ്ണമായ അർത്ഥങ്ങളിലേക്ക് പോകുവാൻ ഒരുപക്ഷെ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പൊ ഇവിടെ ഈ അറബി ഭാഷ, ഈ ഖുർആൻ ഉപയോഗിച്ച ഭാഷയും അതിലെ ഓരോ പദങ്ങളും ആ പദങ്ങള് തന്നെയും അത് ക്രമീകരിച്ചിരിക്കുന്ന രീതിയും ഓരോ പദങ്ങളും പരസ്പരം കോർത്തിണക്കിയിരിക്കുന്ന അതിന്റെ പ്രത്യേകതയും അങ്ങനെ ഓരോ പദങ്ങളും അതിന്റെ വ്യാകരണവുമൊക്കെ കൃത്യമായി പഠിക്കുക എന്നത് ആലോചിക്കുമ്പോൾ പ്രയാസമാണെങ്കിലും എന്നാൽ അതിനോട് നാം വളരെ ആത്മാർത്ഥമായി സമീപിക്കുമ്പോൾ അത് വളരെ എളുപ്പമാവുകയും ചെയ്യുന്നു എന്നത് ഈ പഠനത്തിൽ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്ന്, അവർ എഴുതിയ ഉത്തരക്കടലാസുകളിൽ നിന്ന് എനിക്കത് വളരെയധികം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ മുന്നോട്ട് പോകുവാൻ നമ്മുടെ പഠിതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. പലരും, ഞാൻ പോലും ആശങ്ക വച്ചിരുന്ന ഒരു കാര്യമാണ്, ഈ രൂപത്തിൽ ഖുർആനിനെ പഠിച്ചു പോവുക എന്നത് എത്രമാത്രം ശ്രമകരമായിരിക്കും, അത് സാധാരണക്കാരായ ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുകയില്ലേ എന്ന് ചിലരൊക്കെ എന്നോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അതെല്ലാവർക്കും അങ്ങനെ പഠിച്ചു പോകാൻ സാധിക്കുമോ? ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത്, ഖുർആന് അതിന്റെ യഥാർത്ഥമായ ആശയം, യഥാർത്ഥമായ സന്ദേശവും ഉൾക്കൊള്ളണമെങ്കിൽ അത് പൂർവസൂരികളായ സലഫുകൾ പഠിച്ച രീതിയെ അവലംബമാക്കുകയും അവർ കാണിച്ച ആത്മാർത്ഥതയും അവർ അതിനോട് കാണിച്ചിരുന്ന സത്യസന്ധമായ സമീപനങ്ങളും വെച്ചു പുലർത്തിയാലല്ലാതെ ഖുർആനിനെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു പൂർണ്ണബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വളരെ ശ്രമകരമായ ഒരു അധ്വാനത്തിന് ഇറങ്ങാൻ പോലും എന്നെ പ്രേരിപ്പിച്ചത്. മാത്രവുമല്ല, പലപ്പോഴും വിശുദ്ധ ഖുർആനിലെ ഓരോ പദങ്ങളെ സംബന്ധിച്ച് അതിന്റെ സംശയം തീർക്കാൻ വേണ്ടി മഹാനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീർ പരിശോധിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ അമാനി മൗലവി ചില വാക്കുകൾക്ക് നൽകുന്ന അർത്ഥം എങ്ങനെയാണ് ആ ഒരു അർത്ഥത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് എന്ന്
പലപ്പോഴും എനിക്ക് സംശയം ഉണ്ടാവാറുണ്ടായിരുന്നു. സംശയമല്ല, എങ്ങനെയാണ് ആ ഒരു അർത്ഥം ലഭിക്കുന്നത്? സ്വാഭാവികമായി നമ്മൾ പണ്ഡിതന്മാരുടെ ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ അതങ്ങനെ കേൾക്കുന്നു, അല്ലെങ്കിൽ അതങ്ങനെ തന്നെ മനസ്സിലാക്കി പോകുന്നു. അവർ പറഞ്ഞ അർത്ഥം നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ മനസ്സിലാക്കി പോകുന്നു എന്നതിനപ്പുറത്തേക്ക് പല കാര്യങ്ങൾക്കും അങ്ങനെയുള്ള ഒരു വിശദീകരണമോ അർത്ഥമോ നൽകുന്നത് എങ്ങനെയാണ് എന്നറിയാൻ വലിയൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. ഓരോ പദങ്ങളിൽ അദ്ദേഹം നൽകുന്ന ഓരോ അർത്ഥം അത് ആ പദത്തിന്റെ യഥാർത്ഥമായ അറബി മൂലവും അതിന് പ്രാമാണികരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകുന്ന വിശദീകരണങ്ങളും പരിശോധിക്കുമ്പോഴാണ് ഓരോ പദങ്ങൾക്കും അദ്ദേഹം നൽകുന്ന അർത്ഥത്തിന്റെ ഗാംഭീര്യവും അതിന്റെ ആ അർത്ഥം അങ്ങനെയല്ലാതെ മറ്റൊരു രൂപത്തിൽ അതിനൊരു അർത്ഥം പറഞ്ഞാൽ അതിലുണ്ടാകുന്ന അപകടങ്ങളും പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ചില പദങ്ങൾക്കൊക്കെ അമാനി മൗലവി നൽകുന്ന അർത്ഥം അത്ര സൗന്ദര്യമില്ല എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ അവിടെ ഒരു സൗന്ദര്യത്തിൻ്റെതല്ല, മറിച്ച് ഖുർആനിന്റെ ആശയങ്ങൾക്ക് ചോരണം സംഭവിക്കാതെ, അതിന് യാതൊരു ചോർച്ചയും സംഭവിക്കാതെ അതിനെ ആ രൂപത്തിൽ നിലനിർത്തുന്നതിനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ അമാനി മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളത് എന്നതാണ് സത്യം. വായനക്കാർക്ക് മലയാളത്തിലുള്ള നല്ല പദങ്ങളെ പരിചയപ്പെടുത്തുക എന്നതിലുപരി ഖുർആൻ ഒരു പദം കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് എന്നത് സാധാരണക്കാരായ മലയാളികളായ ആളുകൾ അവരുടെ നിത്യജീവിതത്തിൽ അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചില പദങ്ങളിലൂടെ തന്നെ അവതരിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ചെയ്തിട്ടുള്ളത് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ചില സന്ദർഭത്തിലൊക്കെ ഒരു അത്ഫിന്റെ അക്ഷരങ്ങൾ, ഒരു ഹറഫുകൾ പോലും സാധാരണ നമ്മൾ അപ്പോൾ എന്ന് പറഞ്ഞു പോകാം, എന്നിട്ട് എന്ന് പറഞ്ഞു പോകാം. പക്ഷെ ഓരോന്നും അപ്പോൾ എന്ന് പറയുന്നതും എന്നിട്ട് എന്ന് പറയുന്നത് പോലും അതിൻ്റെ ഓരോ പദങ്ങൾക്ക് അവിടെ ആ സന്ദർഭത്തിന് അനുയോജ്യമായ പദം കൃത്യമായി തിരഞ്ഞെടുക്കുവാൻ അദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാരായ മുഫസ്സിറുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഞാൻ എനിക്ക് എൻ്റെ ചെറുപ്പകാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ അമാനി മൗലവിയുടെ തഫ്സീറിന്റെ സെക്കൻഡ് എഡിഷൻ ഇറങ്ങിയ സന്ദർഭത്തിൽ എനിക്കുണ്ടായ ഒരു ചെറിയ ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ അതിന്റെ പ്രിന്റിംഗ് പ്രൂഫ് അത് നോക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നു. അന്ന് പ്രൂഫ് നോക്കുക, അത് പ്രിന്റ് ചെയ്തത് അതിന്റെ യഥാർത്ഥമായ പഴയ കോപ്പി വെച്ചിട്ട് അതിന്റെ പ്രൂഫ് നോക്കുക എന്നത് ഈ ഖുർആനിന്റെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ പ്രിന്റിംഗ് അത് കേരള നദൂത്തുൽ മുജാഹിദീനാണ് നിർവഹിച്ചിരുന്നത്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ഹോമിൽ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ കെന്നം ഇത് ഈ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീർ അതിന്റെ പ്രിന്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്റെ പിതൃവ്യനും കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റുമായിരുന്ന പി കെ അലി റസാഖ് മദനി റഹിമഹുല്ല, അദ്ദേഹത്തിനായിരുന്നു ഈ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ പ്രിന്റിങ്ങിന്റെ ചുമതലയും അതുപോലെ തന്നെ അതിന്റെ പ്രസിദ്ധീകരണത്തിന്റെ ചുമതലയും ഒക്കെ അദ്ദേഹത്തിനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഈ രംഗത്ത് സഹായിക്കുന്നതിനു വേണ്ടി ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ അതിന്റെ പ്രൂഫ് വായിച്ച് നോക്കുവാൻ ആ ഘട്ടത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷെ അന്നൊക്കെ അത് വായിക്കുമ്പോൾ അതൊരു പ്രൂഫ് എന്നുള്ള നിലക്ക് മാത്രമാണ് നമ്മളതിനെ കണ്ടിരുന്നത്. ഇതുപോലെയുള്ളൊരു അർത്ഥതലങ്ങളിലേക്ക്, അതിൻ്റെ ഗഹനമായ വ്യാഖ്യാന തലങ്ങളിലേക്കൊന്നും പോകുവാൻ സത്യത്തിൽ അന്ന് സാധിച്ചിരുന്നില്ല. അതുപോലെ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, മുമ്പ് റെയിൽവേയിൽ ജോലി ചെയ്ത് അവിടുന്ന് റിട്ടയർ ആയിരുന്ന പുളിക്കൽ നമ്മുടെ NK മുഹമ്മദ് സാഹിബ്, അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹം ഈ വളരെ സൂക്ഷ്മമായി ഇതിന്റെ കാര്യങ്ങൾ പരിശോധിക്കുന്ന, ഈ പ്രൂഫ് കാര്യങ്ങൾ പരിശോധിക്കുന്നതിൽ വളരെയധികം സേവനം അന്ന് നൽകിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ സത്യത്തിൽ നമ്മളൊന്നും ചിന്തിക്കാതിരുന്ന, പലരും അന്നും ചോദിക്കാറുണ്ടായിരുന്നു. മഹാനായ KP മുഹമ്മദ് മൗലവിയോട് ഒരിക്കലും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് അമാനി മൗലവിയുടെ ഈ വ്യാഖ്യാനത്തിന്റെ മലയാളം അതൊരു പഴയ മലയാളമായതുകൊണ്ട് അതിനൊന്ന് പരിഷ്കരിക്കാൻ നമുക്ക് സാധിക്കില്ലേ? ഒന്ന് പരിഷ്കരിച്ചൊരു പുതിയ നല്ല മലയാളത്തിൽ അതിനെ പുറത്തിറക്കിയാൽ എത്രത്തോളം നന്നായിരിക്കും എന്ന് പലരും ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ ഞങ്ങളോട് പറഞ്ഞത്, അന്നത് ഒരുപക്ഷെ അത്ര വലിയ രൂപത്തിൽ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ലെങ്കിൽ പോലും ഇപ്പോഴാണ് അതിന്റെ ശരിയായ അവസ്ഥ ബോധ്യമാകുന്നത്. കാരണം KP എന്ന് പറഞ്ഞത് ഒരിക്കലും സാധ്യമല്ല, അതിനാരും ശ്രമിക്കേണ്ടതില്ല എന്നായിരുന്നു. കാരണം അതിലെ ഓരോ പദങ്ങളും അതിലെ വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും അതിന്റെ മലയാളത്തെ അല്ല നമ്മൾ പരിഗണിക്കുന്നത്, മറിച്ച് അതിന്റെ അവതരണ ശൈലിയും ആ ഖുർആനിനോടുള്ള സത്യസന്ധമായ അതിന്റെ അർത്ഥങ്ങൾ പറയുന്നതിലുള്ള ആ സമീപനത്തെയുമാണ് നമ്മൾ കൂടുതൽ പരിഗണിക്കുന്നത്, അല്ലാതെ അതിലെ ഭാഷ നന്നാക്കലോ മറ്റു കാര്യങ്ങളോ അല്ല. അപ്പോൾ സ്വാഭാവികമായി അമാനി മൗലവിയുടെ തഫ്സീർ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ആയത്ത് ഓതുമ്പോൾ തന്നെ ആ ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ കുറെ ബ്രാക്കറ്റ് കാണും, കുറെ ഇങ്ങനെയൊക്കെ കാണും. ഉദാഹരണമായി അവസാനമായി നമ്മളിവിടെ ഓതിവെച്ച ആയത്തുകൾ 91, 92 വചനങ്ങളാണ്. ഒന്ന് ശ്രദ്ധിക്കാം. അതിന് അമാനി മൗലവി നൽകിയ അർത്ഥത്തിലേക്ക് നമ്മൾ ഒന്ന് പരിശോധിക്കുമ്പോൾ തന്നെ അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا قِيلَ لَهُمْ آمِنُوا بِمَا أَنزَلَ اللَّهُ قَالُوا نُؤْمِنُ بِمَا أُنزِلَ عَلَيْنَا وَيَكْفُرُونَ بِمَا وَرَاءَهُ وَهُوَ الْحَقُّ مُصَدِّقًا لِمَا مَعَهُمْ قُلْ فَلِمَ تَقْتُلُونَ أَنْبِيَاءَ اللَّهِ مِنْ قَبْلُ إِنْ كُنْتُمْ مُؤْمِنِينَ. ഈ ആയത്തിന്റെ അർത്ഥം നൽകപ്പെട്ടിട്ടുള്ളത് ഇപ്രകാരമാണ്. അവരോട് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളതിൽ വിശ്വസിക്കുവിൻ എന്ന് പറയപ്പെട്ടാൽ അവർ പറയും, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്ന്. അതിനപ്പുറമുള്ളതിൽ അവർ അവിശ്വസിക്കുകയും ചെയ്യുന്നു. അതാവട്ടെ അവരുടെ കൂടെയുള്ളതിനെ ബ്രാക്കറ്റിൽ ശരിവെച്ച് സത്യമാക്കിക്കൊണ്ടുള്ള യഥാർത്ഥമാണ് താനും.
വീണ്ടും ബ്രാക്കറ്റിൽ എന്നിട്ടും, അവിടെ ഫുൾ സ്റ്റോപ്പാണ്. വീണ്ടും ബ്രാക്കറ്റിൽ നബിയെ പറയുക. എന്നാൽ നിങ്ങൾ എന്തിനാണ് മുമ്പ് അള്ളാഹുവിന്റെ നബിമാരെ കൊലപ്പെടുത്തിയിരുന്നത്, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ? ഇവിടെ ഇദാ ഖീല ലഹും ആമിനൂ ബിമാ അൻസലല്ലാഹു ഖാലൂ നുഅ്മിനു ബിമാ ഉൻസില അലൈനാ വയക്ഫുറൂന ബിമാ വറാഅഹു വഹുവൽ ഹഖ് മുസദ്ദിഖൻ ലിമാ മഅഹും ഖുൽ ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബ്ലു ഇൻ കുൻതും മുഅ്മിനീൻ. ഇവിടെ ഈ ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ 2-3 സ്ഥലങ്ങളിൽ അദ്ദേഹം ബ്രാക്കറ്റ് നൽകിയതായി കാണാൻ സാധിക്കും. എന്തിനാണ് ഇങ്ങനെ ബ്രാക്കറ്റ് നൽകുന്നത്? ആ ബ്രാക്കറ്റ് ഒഴിവാക്കി ബ്രാക്കറ്റ് ഇല്ലാതെ തന്നെ അർത്ഥം പറയാൻ സാധിക്കുകയില്ലേ എന്നൊരു പക്ഷേ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടാവും. യഥാർത്ഥത്തിൽ നേർക്കുനേരെ ഒരു പദത്തിന്റെ അർത്ഥത്തിൽ അല്ലെങ്കിൽ ആ ആയത്തിൽ ചില പദങ്ങൾ മലയാളത്തിൽ പറയുമ്പോൾ ചേർത്തുകൊണ്ടല്ലാതെ അല്ലെങ്കിൽ അതിന്റെ ആശയം പൂർണ്ണമാവുകയില്ല. എന്നാൽ ആ പദം അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോ അവരുടെ കൂടെയുള്ളതിനെ സത്യമാക്കിക്കൊണ്ടുള്ള എന്ന് പറയുമ്പോൾ സത്യമാക്കിക്കൊണ്ടുള്ള എന്ന ഒരു പദം അവിടെ ഉണ്ട്. പക്ഷെ അതിലേക്ക് ശരിവെച്ച് എന്ന് അമാനിമൂലി കൂട്ടിച്ചേർക്കുകയാണ്. അത് ബ്രാക്കറ്റ് വെച്ചുകൊണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു ബ്രാക്കറ്റും ആ ഒരു ശരിവെച്ച് എന്ന് കൂട്ടിച്ചേർക്കുന്നത്? അങ്ങനെ പറയുമ്പോൾ മാത്രമേ അതിന്റെ ആശയം പൂർണ്ണമാവുന്നു. പ്രാമാണികമായ തഫ്സീറുകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ആശയം പറയുമ്പോൾ ആ ഒരു പദം അവിടെ ആവശ്യമാണ്. പക്ഷെ ആ ഒരു പദം ഖുർആനിലെ ആ ആയത്തിലുണ്ടോ? ഇല്ല. അപ്പോ അത് പൂർണ്ണമാക്കുക, ആശയത്തെ പൂർണ്ണമാക്കുക എന്നതാണ് ആ ബ്രാക്കറ്റുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ ആ പദം നേർക്കുനേരെ അവിടെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇല്ലാത്ത ഒരു പദത്തെ നമ്മൾ ചേർക്കുമ്പോൾ അത് ഇവിടെ ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥങ്ങൾ, ആയത്തിലെ നേർക്കുനേരെ അതിൽ അങ്ങനെ ഒരു പദമില്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബ്രാക്കറ്റുകൾ നൽകുന്നത് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഓരോ ആയത്തുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ അതിന്റെ ആശയം നൽകുക എന്ന വളരെ ശ്രമകരമായ ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ അമാനി മൗലവി നിർവഹിച്ചത്. അമാനി മൗലവി മാത്രമല്ല, PK മൂസ മൗലവിയും അതുപോലെ തന്നെ അലവി മൗലവിയും KM മൗലവി സാഹിബും ഒക്കെ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഖുർആനിനെ പഠിക്കുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രാമാണികമായ അതിന്റെ ശൈലിയാണ് യഥാർത്ഥത്തിൽ അത് എന്നുള്ളത്. അപ്പോൾ ഖുർആൻ എങ്ങനെ പഠിക്കണം? പല രൂപത്തിൽ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ പലരും എഴുതിയിട്ടുണ്ട്. ചിലര് കേവലം ശാസ്ത്രീയമായ യുക്തിചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഖുർആനിന്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ അർത്ഥം എഴുതിയിട്ടുള്ള ആളുകളുണ്ട്. ചിലര് അതിന്റെ അറബി മൂലമൊന്നുമില്ലാതെ തന്നെ കാവ്യ ശകലങ്ങൾ, അതായത് ഒരു കാവ്യരൂപത്തിൽ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇതൊന്നും യഥാർത്ഥത്തിൽ ഖുർആൻ പഠനത്തിന്റെ യഥാർത്ഥ മാർഗങ്ങളല്ല എന്നുള്ളതാണ്. ഖുർആനിനെ ഒരു കാവ്യമായ രൂപത്തിൽ എഴുതി ചേർക്കുക എന്നത് അത് ഖുർആനിനോട് തന്നെ കാണിക്കുന്ന ഏറ്റവും ഒരു ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. കാരണം ഖുർആൻ ഒരിക്കലും ഒരു കവിതയല്ല. ഖുർആൻ ഒരിക്കലും അതിന്റെ ആവശ്യവുമില്ല.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥത്തെക്കുറിച്ച് വമാ അല്ലംനാഹു അശ്ശഅറ വമാ യൻബഗി ലഹു, അദ്ദേഹത്തിന് നാം കവിത പഠിപ്പിച്ചിട്ടില്ല, അതിന് അദ്ദേഹത്തിന്റെ ആവശ്യവുമില്ല എന്ന് ഖുർആൻ എടുത്തു പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആധുനികമായ പല ശൈലികളിലും ഖുർആനിനെ അവതരിപ്പിക്കാൻ പലരും ശ്രമിക്കാറുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഖുർആൻ എന്നത് നിത്യ നൂതന ഗ്രന്ഥമാണ്, കാലാതിവർത്തിയായ ഗ്രന്ഥമാണ്. അതോടൊപ്പം അതിൻ്റെ പഠനം എന്ന് പറയുന്നതും അതിൻ്റെ ആശയം എന്ന് പറയുന്നതുമൊക്കെ അത് ഏറ്റവും പൗരാണികമാണ്. ആ പൗരാണികമായ ആശയത്തെ പൗരാണികരായ ആളുകൾ എങ്ങനെ മനസ്സിലാക്കി അതേ രൂപത്തിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് സത്യത്തിൽ ഖുർആൻ പഠനത്തോട് നമ്മൾ കാണിക്കേണ്ടുന്ന ഏറ്റവും അതിൻ്റെ യഥാർത്ഥമായ രീതി എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഈ പഠനത്തോട് നമ്മൾ നമ്മുടെ പരീക്ഷകളിലൊക്കെ പങ്കെടുത്ത് വളരെ അത്യാവശ്യം നന്നായി എഴുതിയിട്ടുള്ള ആളുകൾ പലരും ചോദിച്ചിരുന്ന ഒരു ചോദ്യം, നമ്മുടെ പരീക്ഷയിലെ കുറേ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളുണ്ടായിരുന്നു, അതോടൊപ്പം കുറേ വാക്കർത്ഥങ്ങൾ എഴുതാനുണ്ടായിരുന്നു, കുറേ ഏകവചനം എഴുതാനുണ്ടായിരുന്നു, പിന്നെ കുറേ തജ്വീദിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു, അതോടൊപ്പം വ്യാകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. പലർക്കുണ്ടായിരുന്നൊരു ആശങ്ക, വ്യാകരണ ചിലപ്പോൾ പ്രയാസമാണ് എന്നുള്ളത് കൊണ്ട് അത് കൂടുതൽ എഴുതാൻ സാധിക്കുകയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാകരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്പം ഒന്ന് കുറച്ചിട്ടുണ്ട്. കേവലം മനസ്സിലാക്കുന്നത് 10 മാർക്കിന്റെ ചോദ്യം മാത്രമാണ് 100 മാർക്കിൽ വ്യാകരണവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ എഴുതാൻ സാധിക്കുന്ന തലത്തിൽ ഉള്ള ചോദ്യങ്ങളാണ്. 20 മാർക്കിന് തജ്വീദിൽ നിന്നും 20 മാർക്ക് എസ്സേ ആയിക്കൊണ്ട്, ലേഖനം ആയിക്കൊണ്ട് എഴുതാൻ സാധിക്കുന്ന രൂപത്തിലും, ബാക്കി ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും വാക്കർത്ഥം എഴുതാനും അതുപോലെ തന്നെ അതിൻ്റെ ഏകവചനം എന്നുള്ള രൂപത്തിൽ അതും ഗ്രാമറായി കൂട്ടുകയാണെങ്കിൽ 20 മാർക്കിന് മാത്രമാണ് വ്യാകരണത്തിൽ നമ്മൾ ചോദിച്ചത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇനി നമ്മുടെ ഈ പരീക്ഷകളിൽ മറ്റൊരു കാര്യമുള്ളത്, ഇതിൽ എസ്സേ എഴുതിയിട്ടുള്ളവർ സത്യത്തിൽ എസ്സേ എഴുതുന്നത്, എസ്സേ ടൈപ്പ് ചോദ്യങ്ങൾ എന്തിനാണ്, അത് വളരെ പ്രയാസമല്ല എഴുതിയുണ്ടാക്കുക എന്നുള്ളത് പ്രയാസമാണ് എന്നൊക്കെ ചിലരൊക്കെ സൂചിപ്പിച്ചിരുന്നു. സത്യത്തിൽ ഈ എസ്സേ എഴുതുന്നത് ഓരോ ആയത്തുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ത്. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വായിച്ചു നോക്കിയിട്ട് അതിലെവിടുന്നെങ്കിലൊക്കെ അതിൻ്റെ ഒരു ഇത് കാണുമ്പോൾ ജസ്റ്റ് അത് കിട്ടിയെന്ന് പറഞ്ഞത് ഒന്ന് ടിക്ക് ചെയ്ത് പോയാൽ മതി. അവിടെ യഥാർത്ഥത്തിൽ ഒരു ഗൗരവത്തോടു കൂടിയുള്ള ഒരു വായന നടക്കുന്നില്ല. ശരിയായ ഒരു വായന നിർവഹിച്ച് ആ വായിച്ചതിൽ നിന്ന് ചില കാര്യങ്ങൾ, പോയിന്റുകൾ മനസ്സിലാക്കിയിട്ട് അത് കുറിച്ചു വെക്കുക എന്നത് നമ്മുടെ പഴയകാല പഠന ശൈലിയുടെ ഭാഗമാണ്. ഇന്നത്തെ വിദ്യാർത്ഥികളിൽ നിന്നും അന്യം നിന്ന് പോകുന്ന ഒരു കാര്യവുമാണത്. ഒന്നാമത് വായന കുറഞ്ഞു പോയിട്ടുണ്ട്, വായന നടക്കുന്നില്ല, എല്ലാവരും പൊതുവിൽ ശ്രോതാക്കളാണ്. പക്ഷേ ശ്രോതാക്കളാകുന്നതോടൊപ്പം തന്നെ വളരെ നന്നായി ആഴത്തിൽ വായിക്കുവാൻ സാധിക്കുക എന്നതാണ് യഥാർത്ഥത്തിലുള്ളൊരു വിദ്യാർത്ഥിയുടെ രീതി എന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് തഫ്സീറുകൾ നമ്മൾ വായിക്കുകയും വായിച്ചതിൻ്റെ സംഗ്രഹം എഴുതാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുക എന്നത് ആ വായിച്ചത് കൃത്യമായി നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നമ്മെ തന്നെ ബോധ്യപ്പെടുത്താനുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഖുർആൻ പഠിച്ചു പോകുമ്പോൾ തന്നെ ആ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ വ്യാകരണവുമായി ബന്ധപ്പെട്ട കാര്യം. ഇതിൻ്റെ വ്യാകരണം നമ്മൾ പഠിച്ചു പോകുന്നത് പലർക്കും പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കാരണം അത്ര രണ്ട് ആഴത്തിൽ ഇതിൻ്റെ ഗ്രാമർ പഠിച്ചു പോകാൻ പ്രയാസമുണ്ട് എന്ന് പലരും സൂചിപ്പിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ ക്ലാസ്സുകളിലൊക്കെ
ഇതുവരെ പങ്കെടുത്ത് ഈ ഗ്രാമറൊക്കെ അറ്റൻഡ് ചെയ്ത് പോയിട്ടുള്ളവരിൽ നല്ല ഒരു ശതമാനം, എനിക്ക് തോന്നുന്ന ഒരു 90% ആളുകളും നേരത്തെ ഈ ഗ്രാമർ പഠിച്ച ആളുകളല്ല, കൂടുതൽ വലിയ പഠനം നടത്തിയ ആളുകളുമല്ല. മറിച്ച് നമ്മുടെ ഇത്തരം ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തിയിട്ട്, അൽബലാഗ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തി, നൂറുൽ ഖുർആന്റെ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തി, അല്പം ആ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം സ്വന്തമായ നിലക്ക് അല്പം ഒന്ന് പരിശ്രമിച്ച് അങ്ങനെ പഠിച്ച് മനസ്സിലാക്കിയ ആളുകളാണ് ഈ ഗ്രാമറൊക്കെ അറ്റൻഡ് ചെയ്ത് വളരെ നല്ല രൂപത്തിൽ ആൻസർ ചെയ്തിട്ടുള്ളത് എന്നത്. പിന്നെ നിങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും ഒരു ഓപ്ഷൻ എന്താണ്? ഒരു ക്ലാസ് റൂം പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് വളരെ പെട്ടെന്ന് ആൻസർ 2 മണിക്കൂറിനുള്ളിൽ ആൻസർ പറയാനുള്ള രൂപത്തിലല്ല നമ്മുടെ പരീക്ഷ ഉണ്ടായിരുന്നത്. അല്പം കൂടി സ്വതന്ത്രമായി നിങ്ങൾക്ക് ആലോചിക്കുവാനും നമ്മുടെ പഴയ റെക്കോർഡ്സ് കേൾക്കുവാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ കേവലം ഒരു പരീക്ഷ നടത്തി മാർക്കിട്ട് സമ്മാനം കൊടുക്കുക എന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് പഠിക്കുവാനുള്ള കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പഠന രീതിയുടെ പ്രത്യേകത. അതിന് പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. ചിലർ കേവലം പരീക്ഷയ്ക്ക് മാത്രം വരുന്ന ആളുകളുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും അതൊന്ന് ആൻസർ ചെയ്ത് നോക്കുക, എന്നിട്ട് അങ്ങനെ അതിന്റെ ആൻസർ മാത്രം തേടിപ്പോകുന്ന ആളുകളുണ്ട്. അവിടെ സംഭവിക്കുന്നത് ഒന്ന് നമ്മുടെ ഉദ്ദേശം മാറിപ്പോകുന്നു, മറ്റൊന്ന് കൃത്യമായ ഒരു പിന്നെ ആശയം പഠിക്കുക എന്ന രൂപത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ അതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിന്റെ ആയത്തുകൾ ഓതുമ്പോൾ തന്നെ ആ ആയത്തിൽ പറയുന്ന ഓരോ പദങ്ങൾ, ആ പദങ്ങളുടെ അസലിയായ രൂപം അതെന്താകുന്നു എന്നിങ്ങനെ പഠിച്ചു പോകുമ്പോൾ തുടക്കത്തിലൊരു പ്രയാസം ഉണ്ടാവുമെങ്കിലും പിന്നീട് ഓരോ ഘട്ടത്തിലും അത് കൂടുതൽ ആസ്വാദകരമായി മാറുന്നു എന്നുള്ളതാണ്. പലരും അത് പറയാറുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഓരോ വാക്ക് കിട്ടിയാൽ ആ വാക്കിന്റെ പിന്നെ അതിന്റെ അസലിയായ പദം എന്താകുന്നു എന്ന് പരിശോധിക്കാനും പഠിക്കാനും ഒക്കെയാണ് ഇപ്പൊ താല്പര്യം. അതുകൊണ്ട് അറബിയും കുറച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ വാക്ക് കിട്ടുമ്പോഴും അതിന്റെ എന്താണ്, ഞാൻ നിങ്ങളുടെ ഉത്തര പേപ്പറുകൾ പരിശോധിച്ചപ്പോൾ ഈ ഗ്രാമർ സൈഡ് 10 മാർക്കിന്റെ അവസാനത്തെ ഗ്രാമർ സൈഡ് അറ്റൻഡ് ചെയ്തിട്ടുള്ള മിക്ക ആളുകളും ഒരുപക്ഷെ ഞാനും പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ നല്ല രൂപത്തിൽ എനിക്ക് ഈ ചോദ്യം ഇടുമ്പോൾ തന്നെ ഈ 10 മാർക്ക് വെറുതെയാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ചോദ്യം ഇട്ടത്. കാരണം അത് ആളുകൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും, അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ ചെയ്യട്ടെ എന്ന് മനസ്സിലാക്കാം. പക്ഷെ മിക്കവാറും എല്ലാവരും തന്നെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന, ഓൺലൈനായിട്ട് ഇതിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും മിക്കവാറും ആളുകൾ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും കുറച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കാത്തവർക്ക് ചില അബദ്ധങ്ങളും അല്ലെങ്കിൽ എഴുതാൻ സാധിക്കാത്തതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും മിക്കവാറും എല്ലാവരും ഇത് പിന്നെ എല്ലാവർക്കും മിക്കവാറും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഓരോ പദങ്ങളും അതിങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, മാത്രമല്ല അതിന്റെ ഇപ്പോൾ നമ്മൾ ഓരോ ആയത്തുകൾ പഠിക്കുമ്പോൾ അതിന്റെ അത് ലമീറാണ്, അത് മബ്നിയാണ്, മബ്നീൻ അല ദമ്മി അല്ലെങ്കിൽ മബ്നീൻ അല സുക്കൂന് അല്ലെങ്കിൽ ഫിഅൽ മാദിയെക്കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പറയാൻ ഇപ്പോ ഏറെക്കുറെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇത് നിലനിർത്തുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. പിന്നെ ഇതൊരു തുടർ പഠനമായതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ ഇതിന്റെ പ്രത്യേകത ആർക്കും എവിടെയും ജോയിൻ ചെയ്യാം. ഇപ്പൊ പുതിയതായി ഇനി പഠിക്കാൻ കുറച്ചും കൂടി ഗൗരവത്തിൽ ഇത് പഠിക്കണം എന്ന് താല്പര്യമുള്ള ഏതൊരാൾക്കും, കാരണം ഖുർആന്റെ ആയത്തുകളാണല്ലോ, അതിനിപ്പോൾ ആദ്യത്തിൽ ചേർന്നാലും അവസാനത്തിൽ ചേർന്നാലും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇനിയും പിന്നെ ഈ വ്യാകരണ സൈഡ്, അതിന്റെ ഗ്രാമർ സൈഡ് അത്ര താല്പര്യം വെച്ച് പുലർത്തിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ അതിനോട് അത്ര വലിയ ഗൗരവപരമായ ഒരു സമീപനം വെച്ച് പുലർത്തിയിട്ടില്ലാത്ത ആളുകൾ അവർ ഇനിയും ശ്രദ്ധിക്കുക. അത് പഠിക്കാൻ എളുപ്പമാണ്, യാതൊരു പ്രയാസമില്ല. പിന്നെ മിക്കവാറും ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിന്നെ കൂടുതലൊക്കെ മാർക്കുകൾ ലഭ്യമാക്കാൻ സാധിച്ചിട്ടുള്ളത് ചോദിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾക്കാണ്.
ചോദിക്കാതെ ഒരുപക്ഷെ സംശയങ്ങൾ തീർക്കാതെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കാം. അപ്പം മിക്കവാറും ഞാൻ ഓൺലൈനുള്ള സമയത്ത് പലരും ചോദ്യങ്ങളുമായിട്ട് ഇങ്ങനെ വരാറുണ്ട്. ചിലപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലായിരിക്കാം. എന്നിരുന്നാലും ശരി, എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭങ്ങളിലൊക്കെ പലരും ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോൾ ചോദ്യങ്ങളായിട്ട് വന്നാലും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പഠിക്കുവാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായും നമുക്കൊക്കെ നമ്മുടെ സമയം എന്ന് പറയുന്നത് വളരെ പരിമിതമായ ഒരു സമയമാണ്. അതുകൊണ്ട് എല്ലാവരും, ഇപ്പം ഞാനാവട്ടെ, നിങ്ങൾ ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളാണ്, ജോലിയുള്ള ആളുകളാണ്. അതോടൊപ്പം മറ്റൊരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളവരാണ്. പ്രാസ്ഥാനിക രംഗത്തും അതല്ലാത്ത രംഗങ്ങളിലുമൊക്കെ ധാരാളം ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ നമ്മുടെ പരിമിതികളും മറ്റുമൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇപ്പോൾ ക്ലാസ് ചില സമയങ്ങളിൽ നിന്ന് പോകുന്നത്. ചില പ്രത്യേകമായ ചില സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് ആണ് ക്ലാസ്സുകൾ ഇടയ്ക്ക് നിർത്തിവെക്കേണ്ടി വരുന്നത്. അതിൽ പ്രയാസം നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നൂറുൽ ഖുർആന്റെ ഈ ക്ലാസ്സും അതുപോലെ തന്നെ അൽ ബലാഗ ക്ലാസ്സുമൊക്കെ ഇൻഷാ അല്ലാഹ് അതുകൊണ്ടും സജീവമാക്കേണ്ടതുണ്ട്. അത് അതിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് നേരത്തെ അറിയാം. ഇടയ്ക്കൊന്നും ഇങ്ങനെ കുറച്ചൊന്ന് നിന്ന് പോകും, വീണ്ടും വളരെ സജീവമായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് പഠിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ മനസ്സിലാക്കിയത്, കഴിഞ്ഞ അവസാനത്തെ ദിവസം 91 ആയത്താണ് ഓതി വെച്ചത്. 91, 92, പിന്നെ 93 ആയത്ത് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ 91, 92 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓതി വെച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് നാളെ മുതൽ ഇൻഷാ അല്ലാഹ് തുടർന്ന് കൊണ്ടുപോകാം. എല്ലാവരും വളരെ സജീവമായിട്ട് തന്നെ ക്ലാസ്സുകളിൽ സംബന്ധിക്കണം എന്നീ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രംഗത്ത് നമുക്ക് കൂടുതൽ പ്രവർത്തിക്കുവാനും കൂടുതൽ അറിവ് സമ്പാദിക്കുവാനുമുള്ള ശ്രമങ്ങൾക്ക് അല്ലാഹു തക്കതായ അതിനെ സജീവമായി മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള അവസരം അല്ലാഹു നമുക്കെല്ലാവർക്കും ഒരുക്കി തരുമാറാവട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അല്ലാഹു മനുഷ്യന് വേണ്ടിയിട്ട് അവതരിപ്പിച്ചു നൽകിയിട്ടുള്ള വിശുദ്ധ വേദഗ്രന്ഥം, അത് പൗരാണികരായ പൂർവസൂരികൾ എങ്ങനെ പഠിച്ചു അതേ പഠന രീതിയെ അവലംബമാക്കിയിട്ട് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരിക്കലും തീരാത്ത വിജ്ഞാനങ്ങൾ, തീർന്നു പോകാത്ത വിജ്ഞാനങ്ങൾ, അത് കൂടുതൽ കൂടുതൽ കരസ്ഥമാക്കുവാനുള്ള ഈ ശ്രമം, അല്ലെങ്കിൽ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ തിലാവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തജ്വീദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന ഒരു ക്ലാസ് എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കേണ്ടതുണ്ട്. നല്ല തജ്വീദ് ഗ്രന്ഥങ്ങൾ വായിക്കുവാനും അതോടൊപ്പം വലിയ അറിയപ്പെടുന്ന ഖാരിഉകളുടെ ഖിറാഅത്തുകൾ നേർക്കുനേരെ കേട്ട് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖുർആനിലൂടെ ഇങ്ങനെ അറബി ഭാഷ പഠിച്ചു പോകുവാനും അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ കൂടുതൽ മനസ്സിലാക്കുവാനും അതോടൊപ്പം പ്രാമാണികരായ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ
തഫ്സീറുകൾ അവലംബമാക്കിക്കൊണ്ട് ഖുർആനിലെ ആശയങ്ങൾ കൃത്യമായി പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് 7 മണിക്ക്, വൈകുന്നേരം 7 മണിക്ക് നൂറുൽ ഖുർആൻ പഠിതാക്കളുടെയും പരീക്ഷയിൽ പങ്കെടുത്തവരുടെയും ഇതിൻ്റെ ശ്രോതാക്കളുടെയും എല്ലാവരുടെയും ഒരു പ്രത്യേകമായ ഒരു സംഗമം ഇവിടെ സൗദി സമയം 7 മണിക്ക് ഒന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്നീ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. പരീക്ഷയുമായി ബന്ധപ്പെട്ടും പരീക്ഷയുടെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ 7 മണി എന്ന് പറയുമ്പോൾ അതെ 9:30 പരീക്ഷയുടെ ചോദ്യങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടും അതുപോലെ തുടങ്ങിയ ചില കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുവാനും ഇനിയുള്ള പരീക്ഷയും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുവാനും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾക്ക് വല്ല നിർദ്ദേശങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് കേൾക്കുവാനുമൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം ഒരു 7 മണിക്ക് റിയാദിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം കൃത്യം 7 മണിക്ക് ചേരാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും അതിലും പങ്കെടുക്കണം എന്നീ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളാകുവാനുള്ള മഹാസൗഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരമാവധി ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് ഇന്നത്തെ 7 മണിയുടെ സംഗമം നിങ്ങൾ മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക. എല്ലാവരും സംബന്ധിക്കട്ടെ. അല്പനേരം മാത്രം, കൂടുതൽ ദീർഘിച്ചു പോകാത്ത രൂപത്തിൽ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാവുന്ന ഒരു സംഗമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുക അല്ലെങ്കിൽ പ്രവാചകന്റെ ഹദീസുകൾ പഠിക്കുക എന്ന ഒരു മഹത്തായ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഈ രംഗത്ത് ഒരുപാട് നമുക്ക് കഷ്ടപ്പെടേണ്ടതുണ്ട്, പ്രയാസപ്പെടേണ്ടതുണ്ട്. പ്രയാസം കൂടാതെ, കഷ്ടപ്പാടുകൾ കൂടാതെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒരുപക്ഷെ സാധിച്ചോളണമെന്നില്ല. അതിനുള്ള യഥാർത്ഥത്തിൽ അതിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും. അത് എളുപ്പമായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു നമുക്കെല്ലാവർക്കും അങ്ങനെ ഈ ഖുർആനിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു ശിഫ നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ തരത്തിലുമുള്ള കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അവരിൽ നിന്ന് അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ നേതാക്കൾ, പണ്ഡിതന്മാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.